വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ രാത്രികാല മോഡലിങ്ങുകൾ നടത്തുന്ന അല്ലെങ്കിൽ ലൈവുകൾ നടത്തുന്ന ചില ചേച്ചിമാരെ പറ്റി അല്ലെങ്കിൽ ചില പെൺകുട്ടികളെ പറ്റി വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു. ആക്ച്വലി അത്തരം വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഈ നിമിഷ ചേച്ചി ഉൾപ്പെടെ ഉള്ള അല്ലെങ്കിൽ നിള നമ്പ്യാർ ഉൾപ്പെടെയുള്ള ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ പലതവണ നമ്മൾ വീഡിയോ ചെയ്തു. സോ അത്തരത്തിൽ ഒരു വീഡിയോ, അതായത് മോഡലിംഗ് രംഗത്തിറങ്ങിപ്പോയത് കൊണ്ട് ജീവിതം വഴിമുട്ടി അല്ലെങ്കിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മോഡലാവാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ സദാചാരവാദികളുടെ ആക്രമണത്തിനിരയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ റീസെന്റ് ഇവരുടെ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ റീൽസിലൊക്കെ ഞാനും നിങ്ങളും ഒക്കെ കണ്ടുണ്ടാവും. അന്ന് ഞാൻ കരുതിയത് ഇത് പ്രായമായ ഒരു അമ്മായി കാണിക്കുന്ന കോമാളിത്തരമാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മോഡലിംഗ് രംഗത്ത് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയുടെ തീരാവേദനയുടെ കഥയാണ്. ഒരിക്കലും മോഡലിംഗ് രംഗത്ത് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഇനി ഒരിക്കലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ഇവരുടെ പേര് ഗൗരി എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇൻസ്റ്റയിലടക്കം നിരവധി വൈറൽ റീലുകൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ യഥാർത്ഥ പേര് സിജി മാത്യൂസ് എന്നാണ്. പൊതുവെ ഇത്തരം ആളുകൾ തന്റെ സ്വന്തം പേരും ഐഡന്റിറ്റിയും അല്ല, പുതിയൊരു പേര് അല്ലെങ്കിൽ പുതിയൊരു മതത്തിലോട്ട് പോയിട്ടാണ് അവരുടെ ഒരു പ്രകടനം നടത്താറ്. നിള നമ്പ്യാർ എന്തോ മുസ്ലിം ആയിരുന്നു. ഈ പറഞ്ഞ ഗൗരി എന്ന് പറയുന്നത് സിജു മാത്തി എന്ന് പറയുന്ന ക്രിസ്ത്യാനി ആയിരുന്നു. പൊതുവെ ഇത്തരം മോഡലുകൾ ഒരു ആൾമാറാട്ടം നടത്തിയതിനു ശേഷമാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്താറ്. എനിവേ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഏറെ ദുഃഖിപ്പിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കഥകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മോശമായിട്ടൊന്നും അതിൽ ചെയ്യണില്ല. മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്താം, അത് ഞാൻ അംഗീകരിച്ചും കൊടുക്കാം. ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടില്ലാത്ത ഒരു കാര്യത്തിനും ആരുടെ മുൻപിലും തല കുനിച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നല്ലതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരിടത്തും ഞാൻ തുണി ഇല്ലാതെ വന്നിട്ടില്ല. കണ്ടിട്ടുണ്ടെന്ന് പറയുമെങ്കിലും ക്ലീവേജ്, ഒരു ശകലം നേവല്, കാല്. അതായത് ഈ പെൺകുട്ടി പറയുന്നത് മോശമായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഒരു മോഡലിംഗ് ഇറങ്ങിയതിന്റെ പേരിൽ മാത്രം ധാരാളം ആളുകൾ സദാചാരവാദികളുടെ അക്രമത്തിനിരയായ ഒരു പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മോഡലിംഗിൽ ഇറങ്ങിയതിന്റെ പേരിൽ ഇത്രയും മാത്രം ആക്രമിക്കാൻ ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ഓള് ചോദിക്കുന്നത്. ഓളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മകനുണ്ട്. ഹസ്ബൻഡ് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് പേര് വെളിപ്പെടുത്താനും പറ്റത്തില്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, താൽക്കാലികമായിട്ട് പറ്റില്ല. അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ്. മോൻ കൂടെ ഉണ്ടോ? എല്ലാരും കൂടെ ഉണ്ട്. നിങ്ങളിപ്പോ വന്നപ്പോ ഇവിടെ അച്ഛൻ, അമ്മ എല്ലാവരും കണ്ടില്ലേ? അപ്പൊ എല്ലാരും ഉണ്ട്. ആരും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ താമസിക്കുന്നത്, ഇവരെല്ലാരും ഉണ്ട്. അതാണ്, കണ്ടില്ലേ, ഓളുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവരുടെയും സപ്പോർട്ടാണ്. അച്ഛൻ, അമ്മ, ഭർത്താവും മകൻ. ഭർത്താവിന്റെ പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഓന് വലിയൊരു ബഹുമതിയും ആദരവും ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് കിട്ടിയാലോ എന്ന് ഭയന്ന് ഓന്റെ പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. എന്നാൽ ഇതിന്റെ പിന്നിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. മോനടക്കം ഇതിന്റെ പിന്നിൽ. ഇതുപോലെ മാതാപിതാക്കളെയും മകനെയൊക്കെ കിട്ടാൻ വലിയ പുണ്യം ചെയ്ത ഒരു പുണ്യാളത്തി തന്നെയാണ് ഈ ഗൗരി സിജു മാത്തി എന്നാണ് ഞമ്മക്ക് ഇപ്പൊ തോന്നുന്നത്. ഇപ്പൊ 3 എമൗണ്ടിന്റെ കാര്യം പറഞ്ഞില്ല. ഈ 3 എമൗണ്ട് വരുമ്പോ അത് എന്തൊക്കെയാണ് അതിന്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുന്നത്? 3 എമൗണ്ടുകൾ മീൻസ് മനസ്സിലായില്ല. 397 സംതിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 200 സെമിനോട്, ഫുൾ നോട്, അങ്ങനെയാണ് തരം തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിന്റെ ഏതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സബ് ചെയ്യുന്നത്? ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാധകരോട് ചോദിക്കണം, അതിന്റെ അത് സബ്സ്ക്രിപ്ഷൻ എടുത്തവരോട് ചോദിക്കണം. അതിപ്പോ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഗൗരി അല്ലേ അത്? ആൾക്കാർക്ക് സംതിങ് എന്ത് സംതിങ് എക്സ്ക്ലൂസീവ്, എന്ത് എക്സ്ക്ലൂസീവ് കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളിനോട് കാണാൻ പറ്റുമോ? അപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് അവരതിൽ പോയിട്ട് കാണാമല്ലോ. അതിന്റെ അകത്താണ് കൂടുതലും കാണുന്നത്. സംഭവിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? ചെറുങ്ങനെ ഒന്ന് തുണിയില്ലാതെ നമ്മൾ നിന്ന് അതിനെയാണോ നമ്മളെ ഇത്രയും മാത്രം എല്ലാവരും കൂടി അവഹേളിക്കുന്നത്? സെമി നൂത് കാണേണ്ടവർക്ക് 300 രൂപയ്ക്ക് സെമി നൂത്, അതിലിമ്മിണി കൂടെ കൂടുതൽ കാണേണ്ടവർക്ക് 500 രൂപയ്ക്ക് അത്. ഫുള്ളായിട്ട് നമ്മളെ കാണേണ്ടവർക്ക് ആ രീതിയിലൊരു ഏർപ്പാട്. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ അവഹേളിക്കാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിനാവുന്നത്? ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത വിമർശിക്കുന്ന ഈ പഹയന്മാരെ ഓരല്ലേ യഥാർത്ഥത്തിൽ നരകം പോകേണ്ടവർ? എന്തൊരു കുലീനതയുള്ള സ്ത്രീകളാണ് ഇവരൊക്കെ. ഇവരൊക്കെ തന്നെയല്ലേ നമ്മുടെ കേരളത്തിന് ഇത്രമാത്രം അഭിമാനകരമായ സ്ത്രീകൾ. ആ മുഖത്തേക്കൊന്ന് നോക്കി, എന്തൊരു ചൈതന്യമാണ്. അതിനകത്ത് പറയുന്ന ഹോട്ട് എക്സ്ക്ലൂസീവ് ആണ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങനെ 500, 3000, 4000, 10000 ഒക്കെ കൊടുത്ത ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണാം, എന്നിട്ട് പറഞ്ഞാൽ പോലെ. അല്ല, അത് എന്താണെന്ന് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗൗരിയുടേത് ഫുള്ളിനോട് കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ളിനോട് കാണാം, സെമിനോട് കാണണമെന്നുള്ളവർക്ക് സെമിനോട് കാണാം. ആ ഒരു ഓപ്ഷൻ
അതെങ്ങനെ ഓരോ ഓപ്ഷൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത്? സെമി ന്യൂഡ്, അതെ അതെ അങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് തുച്ഛമായ രൂപയേ ഉള്ളൂ. നമ്മൾ വലിയ എന്താ പറയുക 50,000, 1,00,000, 2,00,000 എന്നുള്ള ഒരു എമൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല. നമ്മളുടെ കണ്ടന്റ് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ പിക്ചേഴ്സ്, ന്യൂഡ് ഫോട്ടോഗ്രാഫി, അത് ബോഡി ആർട്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോഡി ആർട്ട് അല്ലാതെ നമ്മൾ സെൽഫല്ല. വർക്ക് ചെയ്യുന്നതിന്റെ പേയ്മെന്റിന് നമ്മൾ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നു. കാരണം അവരും കൊണ്ടുപോകുന്നുണ്ട്, നമുക്കും ആവശ്യമാണല്ലോ. അതാണ് ഇവിടെ നമ്മൾ മ്ലേച്ഛമായിട്ടൊന്നും കാണിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നു, പേയ്മെന്റ് മേടിക്കുന്നു. നല്ല വർക്കുകളല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിന് അഭിമാനകരമാകുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇത്തരം പഹയത്തുകൾ ചെയ്യുന്നത്. ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, പേയ്മെന്റ് മേടിക്കുന്നു. 500 രൂപ തരുന്നവന് അത്, 300 രൂപ തരുന്നവന് അത്, 3000 രൂപ തരുന്ന പഹയന് എനിക്ക് എന്താ വേണ്ടത് അത് മുഴുവൻ നമ്മൾ കൊടുക്കുന്നു. ഇത്രയും മാത്രമല്ലേ നമ്മൾ ചെയ്തോളൂ. അതിനാണ് ഓളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അവഹേളിക്കുന്ന ഈ പഹയന്മാര്. പോലാണോ ആൾക്കാർ പറയുന്ന ഗൗരിക്ക് ഭയങ്കര വരുമാനം എന്നാണ്. എനിക്ക് എൻ്റെതായ ജോലി ചെയ്യുന്നു, വർക്ക് കിട്ടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പല രീതിയിലും പണം ഉണ്ടാക്കാം. ഞാൻ ഇന്നുവരെയും മോശമായ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടില്ല. അതിനോട് താല്പര്യവും ഇല്ല. ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഇൻസ്റ്റയിലാണെങ്കിൽ ഒക്കെ നമ്മുടെ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 300 രൂപ 250 രൂപ മുടക്കി കണ്ടോളൂ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇടുന്നത്? ഞാൻ ചെയ്യുന്ന വർക്കുകൾ. എന്ത് വർക്കുകൾ? ഞാൻ ന്യൂഡ് ആർട്ട് ഞാൻ പറഞ്ഞില്ലേ, സെമി ന്യൂഡ്, ഫുൾ ന്യൂഡ്, അത് ചെയ്യുന്ന വർക്കുകളുടെ ആസ്പദമായിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. അത് വീഡിയോ ആണോ ഫോട്ടോസ് ആയിട്ടാണ് ഇടുന്നത്? അല്ലാണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അതാണ് ഈ കാലഘട്ടത്തിൽ പല രീതിയിൽ പണം ഉണ്ടാക്കാം. അത്തരത്തിൽ ഒന്നും പണം ഉണ്ടാക്കാതെ വളരെ മാന്യമായ രീതിയിൽ ചെറിയ സോഫ്റ്റ്വെയർ ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ വേണ്ട ആൾക്കാർക്ക് ഈ പറഞ്ഞ 300, 500, 3000 ഒക്കെ കൊടുക്കുവാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓൽക്ക് കൊടുക്കുന്നു. ഓൽ അതിൽ കയറി എന്തൊക്കെയാ കാണുന്നത് നമുക്കതൊന്നും അറിയത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ബിസിനസ് ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ബിസിനസ് ആണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭർത്താവായ പഹയനുമൊക്കെ അത് പെരുത്ത അഭിമാനം തന്നെയാണ്. പൊതുവേ നമ്മുടെ ക്ലീവേജ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പല വിധമാണ് ആൾക്കാർ സംസാരിക്കുക. ഇപ്പൊ ഞാനൊരു ബിക്കിനി വന്നു, എന്റെ ബിക്കിനിയുടെ ഫോട്ടോസ് ആ പേജ് എടുത്ത് നോക്ക്, അത് മില്യൺ കണക്കിനായിട്ടുണ്ട്. കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നൈറ്റിൽ വന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അത് മോശമാണോ? ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതൊരിക്കലും മോശമാണെന്ന് മാത്രമല്ല, നമുക്ക് നല്ല പദവിയും പ്രസക്തിയും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കണ്ട മില്യൺസ് ആയിട്ടുള്ള പഹയന്മാരെ ഓലവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഓൽ ഇത്രയും ദാരിദ്ര്യപ്പെട്ട അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇനി ഇത്രയും ഒക്കെ കാട്ടിക്കൂട്ടിയ ഈ ഒരു മോഡലിംഗ് ഗേൾ ഓള് പറയുന്ന ന്യായീകരണം അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ബ്ലൗസും നമ്മുടെ മുണ്ടും എന്താണെന്നുള്ളതും നമ്മളുടെ വീട്ടുകളിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മയും അമ്മച്ചിമാരും മുത്തശ്ശിമാരെന്ന് പറയും. ഇപ്പം അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം നൈറ്റിയാണ്. അല്ലാത്തവരെന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എളുപ്പം അവർ തോർത്തിട്ടിട്ടല്ല, എളുപ്പം ഇങ്ങനെ ഒന്ന് എടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എടുത്തിടുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്ലൗസും ഇതും കൊണ്ടല്ലേ. അതിൻ്റെ അകത്ത് അമ്മച്ചിമാരുടെ ഇത് ക്ലീവേജ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വയറ് കാണുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ പിൻട്രസ്റ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പഴയ കാലഘട്ട ഫോട്ടോകൾ എന്നും പറഞ്ഞിട്ട്. അത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതിയല്ലോ, ഇമേജസ് കാണിക്കുമല്ലോ അതിൻ്റെ അകത്ത്. പണ്ട് വീട്ടിൽ നിന്ന് ഈ അമ്മമാരൊക്കെ കാണിക്കുന്ന കണക്കത്തുള്ളത് നമ്മളും കാണിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തുണി മറിച്ചിടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു വകുപ്പുള്ളത്, ഇത് വീട്ടിൽ വെച്ചല്ല കാണിക്കുന്നത്, ഇത് മൊത്തം സോഷ്യൽ മീഡിയയിലാണ് കാണിക്കുന്നത്. റീൽസ് തപ്പിക്കഴിഞ്ഞാൽ അവിടെ തുണി മറച്ചിടുകയല്ല, തുണി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഈ ചേച്ചിയുടെ മോഡലിങ്ങിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എനിവേ ഇത്തരം മോഡലിംഗ് ഗേളുകൾ ധാരാളമുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ആധുനിക യുഗത്തിൽ പ്രോഗ്രസീവ് ആയുള്ള ആളുകൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം പഹയത്തുകൾ തന്നെയാണ്. എനിവേ മോഡലിംഗ് രംഗത്തിറങ്ങിയ ഈ ഒരു ചേച്ചിക്കുണ്ടായ ദുരനുഭവം, ഈ ഗൗരി എന്ന് പറയുന്ന സിജി മാത്യുവിനുണ്ടായ ദുരനുഭവം വളരെ മോശം തന്നെയാണ്. ഒരു പഹയത്തിക്കും ഇതേമാതിരിയുള്ള ദുരനുഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.